ബിഗ് ബോസ് മലയാളം സീസൺ 7 തുടങ്ങാൻ പോവുകയാണ്. അതെ, മലയാളത്തിലെ ഏറ്റവും ജനശ്രദ്ധ നേടിയ റിയാലിറ്റി ഷോ ബിഗ് ബോസ് മലയാളം സീസൺ 7 മാർച്ച് അവസാനത്തോടെയോ ഏപ്രിൽ ആദ്യത്തോടെയോ തുടങ്ങുകയാണ്. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ നേടിയ ഒരു റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് മലയാളം. ബിഗ് ബോസ് മലയാളത്തിൻ്റെ ഇതുവരെയുള്ള സീസണുകളെല്ലാം വമ്പൻ ഹിറ്റായിരുന്നു. അഖിൽ മാരാരും ഡോക്ടർ റോബിനും ജിൻഡോയുമൊക്കെ തകർത്താടിയ ബിഗ് ബോസ് മലയാളം സീസൺ 7 വീണ്ടും തുടങ്ങാൻ പോവുകയാണ്. ഒരു പക്ഷേ ബിഗ് ബോസ് മലയാളം സീസൺ 7 ആയിരിക്കില്ല തുടങ്ങുന്നത്. ചിലപ്പോൾ അൾട്ടിമേറ്റ് ആവാനും സാധ്യതയുണ്ട്. എന്ത് തന്നെയായിരുന്നാലും ബിഗ് ബോസ് അനുബന്ധിച്ചുള്ള ഓഡീഷൻ കോളുകൾ ഇപ്പോൾ എല്ലാവർക്കും വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് പേരെ ഇതിനോടകം തന്നെ വിളിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. ഇത്തവണയും ഒരുപാട് സെലിബ്രിറ്റീസും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ ഉണ്ടാവും. ജനശ്രദ്ധ നേടിയ താരങ്ങളായിരിക്കും ഇത്തവണ വരുന്നത്. ഏറെയും വിവാദങ്ങളുണ്ടാക്കിയവരാവാനും സാധ്യതയുണ്ട്. ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന പേരുകൾ തൊപ്പി, അതുപോലെ സന്തോഷ് വർക്കി കൂടാതെ അലൻ ജോസ് പെരേര, അതുപോലെ ഗായത്രി സുരേഷ് തുടങ്ങിയവരൊക്കെ പേരാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കൂടാതെ ബിഗ് ബോസ് അൾട്ടിമേറ്റും തുടങ്ങാൻ പോകുന്നു എന്നൊരു വാർത്തയും വരുന്നു. ഒരു പക്ഷേ ജനുവരി ആദ്യ വീക്കോട് കൂടി തന്നെ എന്താണ് എന്നുള്ളതിനൊരു വ്യക്തമായ ഇത് നമുക്ക് കിട്ടുന്നതാണ്. കഴിഞ്ഞ സീസണിലെ സെറ്റ് ചെന്നൈയിലായിരുന്നുവെങ്കിൽ ഇത്തവണ സെറ്റ് മുംബൈയിലാണ്. മുംബൈയിൽ വെച്ചായിരിക്കും ബിഗ് ബോസ് മലയാളം സീസൺ 7 നടക്കുക. ലാലേട്ടൻ തന്നെയായിരിക്കും ഇത്തവണയും ഹോസ്റ്റ് ചെയ്യുന്നത്. ലാലേട്ടനെ മാറ്റാൻ പോകുന്നു എന്നൊക്കെ വാർത്ത വന്നിരുന്നു. എന്നാൽ അതെല്ലാം ഇപ്പോൾ സത്യമല്ല എന്നാണ് അറിയാൻ സാധിച്ചത്. ലാലേട്ടൻ തന്നെയാണ് ഇത്തവണയും ബിഗ് ബോസ് ഹോസ്റ്റ് ചെയ്യുന്നത്. സിനിമാ രംഗത്തുള്ള പ്രമുഖർ, സീരിയൽ രംഗത്തുള്ള പ്രമുഖർ, കൂടാതെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ്, സോഷ്യൽ മീഡിയയിൽ വിവാദ കണ്ടൻറ്റുകൾ സൃഷ്ടിച്ച ആളുകൾ എന്നിവർക്കാണ് ഇപ്പോൾ ഓഡീഷൻ കോളുകൾ പോയി തുടങ്ങിയത്. അതിൽ 2-3 പേരെ കൺഫേം ആയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.